പറ്റിപ്പോയി. വീട്ടുകാർ പറഞ്ഞത് കേൾക്കാണ്ട് ഞാൻ അതിരാവിലെ ഒരു 5 മണിക്ക് ഇറങ്ങി നോക്കിയത്, 3:30 ഞാൻ ഇറങ്ങി. വഴി വെച്ച് ഒരാളെ, അപ്പം അങ്ങനെ പിന്നെ അതുകൊണ്ടൊരു പാഠം പഠിച്ചു. ഇനി പറ്റിപ്പോയെന്നുള്ളൊരവസ്ഥ എത്താൻ പാടില്ല. നമുക്ക് പറ്റിപ്പോകുമ്പോൾ നമ്മൾ പറ്റിപ്പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷമിക്കാൻ ഒരാൾ ഉണ്ടാവുക എന്നുള്ളതാണല്ലോ. അത് മിക്കവാറും ഉണ്ടാവാറില്ല. അല്ല, സ്നേഹത്തിന്റെ പുറത്ത് 3-ാം ഭാഗം എടുക്കാൻ പറ്റില്ല. പടം വിജയിച്ചാൽ തേർഡ് പാർട്ടിലേക്ക് പോവാം സ്നേഹത്തിന്റെ പേരിൽ. അപ്പൊ ഇവരിനിപ്പോ ചിലപ്പം ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിലൊക്കെ ചിലപ്പോൾ കയറാൻ സാധ്യതയുണ്ട്. ആസ് എ പേഴ്സൺ നിങ്ങളൊരു ലൈഫിൽ സെക്കൻഡ് ചാൻസ് കൊടുക്കുന്ന ആളുകളാണോ? അതിന് നമ്മൾ സെക്കൻഡ് ചാൻസും തേർഡ് ചാൻസും കൊടുത്തോണ്ടിരിക്കുകയാണ്. കൊടുത്തല്ലേ പറ്റുള്ളൂ, ജീവിക്കണ്ടേ അല്ലേ? ഈ സെറ്റിൽ എങ്ങനെ നിങ്ങൾക്ക് മാറിപ്പോകാറുണ്ട് ഇവരെ? ഇപ്പൊ ഇല്ല. ആദ്യത്തെ ഭരതനാട്യം ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്ത് ഒരാഴ്ച വരെയും കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് മനസ്സിലായി, നമ്മൾ എല്ലാ ദിവസം കണ്ടോണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ ഇവരിൽ ചേഞ്ചസ് ഉണ്ട്, കുറച്ച് ചെറിയ ചേഞ്ചസ് ഉണ്ട്. തിയേറ്ററിൽ നമ്മൾ അത്രയും നിരാശപ്പെട്ടായിരുന്നു. അത് എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. നല്ല സിനിമയാണെങ്കിൽ പോലും ആൾക്കാർ കാണുന്നില്ല എന്ന് പറയുന്നത് കുറച്ച് ദുഃഖകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. എനിക്ക് ഓർമ്മയുണ്ട്, ഒരു ചേട്ടൻ നമ്മളുള്ളപ്പോഴാണെന്ന് തോന്നുന്നു, പുള്ളിക്കാരൻ ഇതേപോലെ റിലേറ്റബിളാ. പുള്ളിക്കാരൻ്റെ അച്ഛൻ ഇതുപോലെ ഒരു സെക്കൻഡ് വൈഫ് ഉണ്ടായിരുന്നു, പിന്നീട് അച്ഛൻ മരിച്ചുപോയി. അപ്പം ഇവരുടെ റീയൂണിയനും അങ്ങനെ കണ്ണൊക്കെ നിറയുന്നുണ്ട്. പക്ഷെ പുള്ളി ചിരിച്ചോണ്ടാണ് ഞങ്ങളുടെ അടുത്ത് പറയുന്നത്. 20 ദിവസം കഴിഞ്ഞിട്ട് നേരെ OTT വരുമ്പോഴത്തേക്കും ഇങ്ങനത്തെ ഒരു റിസൾട്ട് നമ്മൾ പോലും പ്രതീക്ഷിച്ചില്ല. നമുക്കറിയായിരുന്നു ഇത് OTT വരുമ്പോഴത്തേക്ക് ആൾക്കാർ ഇത് കാണും, പക്ഷെ ഇത്ര ഹ്യൂജ് നമ്പേഴ്സ് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. കണ്ടവരൊക്കെ ഇതുപോലെ ചേട്ടൻ പറഞ്ഞ പോലെ ഭയങ്കര നല്ല റെസ്പോൺസ് കിട്ടി. പക്ഷെ എന്താ പറ്റിയെന്ന് അറിയില്ല. ചിലപ്പോൾ ആ ഒരു ടൈം കഴിഞ്ഞിട്ടായിരിക്കും ഇവർ ചിലപ്പോൾ പടത്തെ പറ്റി അറിഞ്ഞത്. നമുക്കറിയില്ല എന്താ പറ്റിയെന്ന്, ഒരു ഐഡിയ ഇല്ല ആക്ച്വലി. ഹായ്, ഹലോ, നമസ്കാരം. സൈനസത് പ്ലസിന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ദിസ് ഇസ് മീ ഷിജിന ജോസ് പ്രകാശ്. മോഹിനിയാട്ടം എന്ന ഏറ്റവും പുതിയ ചിത്രത്തിന്റെ വിശേഷങ്ങളുമായിട്ട് ഇന്ന് എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നത് ഈ സിനിമയിൽ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്ത 5 പേരാണ്. ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. നമസ്കാരം. ഈ ഭരതനാട്യത്തിന്റെ പോസ്റ്റർ ആദ്യം ഞാൻ കണ്ട സമയത്ത് എല്ലാവരും ഇങ്ങനെ ഞെട്ടിത്തരിച്ചിരിക്കുന്ന ഒരു പോസ്റ്ററാണ് കണ്ടത്. ആൻഡ് അതിൻ്റെ കാരണം നമ്മൾ സിനിമയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ആൻഡ് മോഹിനിയാട്ടത്തിൻ്റെ പോസ്റ്റർ കാണുമ്പോഴും നിങ്ങൾ ഞെട്ടി തരിച്ചിരിക്കുന്ന പോസ്റ്ററിലാണ് കാണുന്നത്. സോ വീണ്ടും തിയേറ്ററിൽ ഞങ്ങളെ ഞെട്ടിപ്പിക്കാനും ചിരിപ്പിക്കാനും നിങ്ങൾ വന്നിരിക്കുന്നതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. എന്താണ് സിനിമ പ്രേക്ഷകരിൽ എത്തിക്കാൻ പോകുന്നത്? അതിനകത്തൊരു ചെറിയ വ്യത്യാസം കൂടെ ഉണ്ട്. അല്ല, വ്യത്യാസമല്ല, ഒരു അഡീഷൻ കൂടെ ഉണ്ട്. ത്രില്ല് പഠിപ്പിക്കും നിങ്ങളെ. ഇനി മുമ്പോട്ട് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നുള്ള ആ ഒരു ത്രില്ലുണ്ടല്ലോ, ആ ഒരു ആകാംക്ഷ ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് ഈ സിനിമയിൽ കിട്ടും. അത് നമ്മളിപ്പോൾ ഒരു ജോണർ പറയുകയാണെങ്കിൽ ഡാർക്ക് ഹ്യൂമർ തന്നെയാണ്, പക്ഷെ അതിൻ്റെ കൂടെ ഒരു ക്രൈം ത്രില്ലർ ജോണർ കൂടെയാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ളൊരു പരിപാടിയാണ്. അപ്പം ത്രൂ ഔട്ട് ദ മൂവി കോമഡി തന്നെയാണ്, പക്ഷെ ആ ത്രില്ല് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കും. സോ വൺസ് വി സ്റ്റാർട്ട് ഫ്രം ദ 5th minute onwards, മൂവി സ്റ്റാർട്ടായി 5th minute onwards, ദ ഗ്രാഫ് വിൽ ടേക്ക് യു ഓൺലി അപ്സ്റ്റേഴ്സ്. ഇങ്ങനെ മേളിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. സോ ദാറ്റ്സ് എ പ്രോമിസ്. ഞങ്ങൾക്ക് സന്തോഷമായി. കാരണം ഭരതനാട്യം എനിക്ക് തിയേറ്ററിൽ അത്ര സക്സസ് ആയില്ലെങ്കിലും OTT വന്നപ്പോഴാണ് ഈ സിനിമ മസ്റ്റ് ആയിട്ട് തിയേറ്ററിൽ പോയി കാണാമായിരുന്നു, നമുക്ക് മിസ്സായി പോയത്. അതുകൊണ്ട് തന്നെ മോഹിനിയാട്ടത്തിന് ഞങ്ങൾ കട്ട വെയിറ്റിംഗ് ആണ്. മോഹിനിയാട്ടം തിയേറ്ററിൽ പോയി തന്നെ ഈ പടം കാണാൻ വേണ്ടിയിട്ട്. ഈ എപ്പോഴെങ്കിലും ഈ ഭരതനാട്യം ചെയ്യുന്ന സമയത്ത് തന്നെ മോഹിനിയാട്ടം പ്ലാനിൽ ഉണ്ടായിരുന്നോ, അത് ഈ ഭരതനാട്യത്തിന്റെ സക്സസിനപ്പുറം മോഹിനിയാട്ടം സംഭവിച്ചതാണോ? സക്സസ് ആയതിനു ശേഷം എൻ്റെ പാർട്ട്ണർ തോമസ് തിരുവല്ല, അദ്ദേഹം ദാസനോട് പറഞ്ഞു ഇങ്ങനെ നമുക്കൊരു സെക്കൻഡ് പാർട്ട് ചിന്തിച്ചുകൂടെയെന്ന്. അപ്പോൾ ദാസൻ പെട്ടെന്ന് പറഞ്ഞു, ചേട്ടാ ഇനിയിപ്പോൾ ഇതിനെന്ത് സെക്കൻഡ് പാർട്ട് എന്ന് വെച്ചാൽ നമ്മൾ കഥ ഒരു കറക്റ്റ് സ്റ്റാർട്ട് ആൻഡ് ഫിനിഷ് നമ്മൾ കൊടുത്തിട്ടുണ്ട്, ഇനിയിപ്പോൾ സെക്കൻഡ് പാർട്ട് ഒരു ഐഡിയ ഇല്ല. അപ്പോൾ തോമസോട് പറഞ്ഞു ഒന്ന് ആലോചിച്ച് നോക്ക്, എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം ദാസനും ഞാനും കൂടെ വേറൊരു പ്ലാൻ ഉണ്ടായിരുന്നത്, വേറൊരു സബ്ജക്റ്റിൽ. അതൊരു സൈക്കോ ലവറിൻ്റെ ഒരു കഥയായിരുന്നു. സോ വി ആർ പ്ലാനിങ് ഫോർ ദാറ്റ്. അതിൻ്റെ ഇടയ്ക്കാണ് തോമസ് ചേട്ടൻ ഇത് പറയുന്നത്. അപ്പോൾ പിന്നെ ദാസൻ അത് അവിടെ വെച്ചിട്ട് പിന്നെ ഇതിനെപ്പറ്റി ആലോചിക്കാൻ തുടങ്ങി. ആൻഡ് ഹി കെയിം അപ്പ് വിത്ത് എ വെരി ഗുഡ് പ്ലോട്ട്. ഹി റോട്ട് ദ 1 line, എന്നിട്ട് ഇത് നമുക്ക് നറേറ്റ് ചെയ്ത് തന്നു. അപ്പം നമ്മളും ആലോചിച്ചു, ഇതിന് ഇങ്ങനൊരു സാധ്യത ഉണ്ടായിരുന്നല്ലേ. ഒരു 10 മടങ്ങ് കൂടുതൽ ഹ്യൂമറും ത്രില്ലടിപ്പിക്കുന്ന രീതിയിലുള്ള സീനും ഒക്കെയാണ്. അപ്പം തോമസ് ചേട്ടൻ പറഞ്ഞു അപ്പം വർക്ക് ഓൺ ദ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞു. അങ്ങനെ സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ചെയ്തു. അപ്പം ഡബിൾ ഷുവർ ആക്കാൻ വേണ്ടി, ബിക്കോസ് ഇതൊരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കണം ഓഡിയൻസിന്. കുറച്ച് പേരെങ്കിലും പറഞ്ഞായിരുന്നു ഇങ്ങനെ ഭരതനാട്യം ഒരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ആയിട്ട് ഫീൽ ചെയ്തില്ല എന്നൊക്കെ അന്ന് പറയുണ്ടായി. അപ്പോൾ ഇത് ഉറപ്പായിട്ട് ഒരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ആയിരിക്കണം എന്നുള്ള രീതി തന്നെയാണ് ദാസൻ ഓൾറെഡി ഇത് സ്ട്രക്ചർ ചെയ്തിരുന്നത്.
പക്ഷേ അത് എൻ്റെ സൈഡിൽ നിന്ന് അത് കുറച്ചുകൂടെ ഒന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടി ഞാൻ മിഥുൻ മേനോൻ തോമസിനെ കൊണ്ട് സ്ക്രിപ്റ്റ് വായിപ്പിച്ചു. ആൻഡ് വി ടുക്ക് ഹിസ് ഇൻപുട്സ് ഓൾസോ. മോഹിനിയാട്ടം എന്നുള്ള ടൈറ്റിലും മിഥുനാണ് സജസ്റ്റ് ചെയ്യുന്നത്. ആൻഡ് ഇപ്പം അറ്റ് ലാസ്റ്റ് നമുക്ക് നല്ലൊരു പ്രൊഡക്റ്റാണ് കിട്ടിയിരിക്കുന്നത്. ഇത് ഒരു രീതിയിലും നമ്മൾ ഓഡിയൻസിനെ നിരാശപ്പെടുത്തില്ല. ഇല്ല. അതെ. എനിക്കിപ്പം ഇപ്പോഴത്തെ ഇന്റർവ്യൂവിലും ആർട്ടിസ്റ്റോട് നിങ്ങളുടെ കഥാപാത്രം എന്താണെന്ന് ഇതിൽ ചോദിക്കാൻ പറ്റില്ല. നിങ്ങളുടെ കഥാപാത്രം വ്യക്തമായിട്ട് ഞങ്ങൾക്ക് അറിയാം. അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, വീണ്ടും നമ്മൾ അതേ സെറ്റിലേക്ക് പോവാണ്, അതേ ക്യാരക്ടറായിട്ട് പോവാണ്, അതിനിടയ്ക്ക് നിങ്ങൾ പല വേഷങ്ങളും ചെയ്യുന്നുണ്ട്, വീണ്ടും ഇതേ സെറ്റിൽ അതേ ക്യാരക്ടറായിട്ട് വരുമ്പോൾ ഒരു ഫീൽ എന്താ ശരിക്കും? അല്ല, ഇത് തിരിച്ചു വരുമ്പോ തന്നെ ഒരു ഫാമിലി റിയൂണിയൻ പോലത്തെ സെറ്റപ്പാണ്. അതെ. അപ്പൊ എല്ലാവരുടെയും സപ്പോർട്ട് ഉള്ള കാരണം സംഭവം സെറ്റായി. ആക്ച്വലി ഭയങ്കര സന്തോഷമാണ് തോന്നി. നമ്മൾ ഈ പറഞ്ഞ പോലെ ഭരതനാട്യത്തിന് ഒരു സെക്കൻഡ് പാർട്ട് ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അതിന് വിളിക്കുമ്പോൾ തന്നെ ദാസേട്ടനും സൈജേട്ടനും പറയുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. വീണ്ടും എല്ലാവരും ഒരുമിച്ച്, ഓൾറെഡി നമുക്കൊരു ഫാമിലി ബോണ്ട് ഉണ്ട് സുഭാഷ് ഒഴിച്ച് ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും സുഭാഷിനോടും നമ്മളെല്ലാവരും ഒരു ബോണ്ട് ഉണ്ടായിരുന്നു. ഒരു ദൂരെ നിൽക്കുന്ന ഒരു ശത്രുവാണെങ്കിലും ഒരു റിലേഷൻ ഉണ്ടല്ലോ. അപ്പൊ നമുക്ക് എല്ലാവരും ബോണ്ട് ഉണ്ട്. അപ്പൊ എല്ലാവരും കാണാൻ പറ്റുന്നതിലൊരു ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. ഇപ്പൊ കലച്ചേച്ചിനെ നമുക്ക് എപ്പോഴും മീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളല്ല, ചെന്നൈയിലാണ് സെറ്റിൽ ആയിരിക്കുന്നത്. അപ്പൊ ചേച്ചിനെ വിളിക്കുമെങ്കിലും നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ. അപ്പൊ തിരിച്ചിപ്പം പറഞ്ഞ പോലെ ഫാമിലിയിലോട്ട് തിരിച്ചു വരുന്നതിന് ഒരു സന്തോഷമായിരുന്നു. ബാക്കി സെറ്റിനെ അപേക്ഷിച്ച് നമുക്ക് കുറച്ചുകൂടി കൂടുതൽ ബോണ്ട് ഉണ്ട്. ഭരതനാട്യം കുറേ ദിവസം ഷൂട്ട്, അപ്പൊ നമ്മൾ ഒരുമിച്ചുണ്ട്. പിന്നെ അതിന്റെ പ്രൊമോഷൻസ് കാര്യങ്ങളൊക്കെ. വീണ്ടും മോഹിനിയാട്ടം വരുമ്പോൾ അതിന്റെ ഒരു ഇരട്ടി ദിവസം നമുക്ക് ഷൂട്ട് വരുന്നുണ്ട് ഷെഡ്യൂള്. അപ്പൊ വീണ്ടും ഈ പറയുന്ന പോലെ സിനിമയെക്കാട്ടിലും കൂടുതൽ നമുക്ക് ആ ഒരു സിനിമയ്ക്ക് അപ്പുറം അവിടെ ഇരുന്ന് സംസാരിക്കുന്നതും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു കുറച്ചുകൂടെ എക്സൈറ്റഡ്. സിനിമയിലും നമ്മൾ സീരിയസ് ആയിരുന്നു, സ്റ്റിൽ സന്തോഷമായിരുന്നു ആദ്യം. പിന്നെ എക്സൈറ്റ്മെന്റ് ആയിരുന്നു. കാരണം അങ്ങനെ ഒരു ജോണറിലോട്ടാണ് സിനിമ പോയിക്കൊണ്ടിരിക്കുന്നത്. ഭരതനാട്യത്തിനെ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര ഒരു ഷിഫ്റ്റാണ്. നമുക്ക് മോഹിനിയാട്ടത്തിന്റെ സ്ക്രിപ്റ്റ് കേൾക്കുമ്പോൾ ഇങ്ങനെ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു, നമുക്കൊരു എന്താ പറയാ, അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നല്ലേ, ഭരതനാട്യവും ഇങ്ങനെ നമുക്ക് മാറ്റാൻ പറ്റും എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ. പിന്നെ എക്സൈറ്റ്മെന്റ് ആയിരുന്നു. ഷൂട്ടിന്റെ സമയത്താണ് നമുക്ക് ആ ഒരു ഫാമിലി ബോണ്ടിന്റെ ഒരു സന്തോഷമുണ്ട്. അത് സിനിമയിലും കാണും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അതാണ്. അഭിഷേകൻ അല്ല, വീണ്ടും ആ ക്യാരക്ടർ അത് ആദ്യമായിട്ടാണ് അതിന്റെ എക്സൈറ്റ്മെന്റ്. അതായത് ഒരു ക്യാരക്ടർ റിപ്പീറ്റ് ചെയ്യുന്നത് ഇത്രയും കാലത്ത് സിനിമയിൽ അഭിനയിച്ചതിൽ ഇത് ആദ്യമായിട്ടാണുള്ളൂ. അപ്പൊ അങ്ങനെ മുന്നേ ഒക്കെ ഇപ്പോ മാമുക്കോയുടെ ഗഫൂർ, അതുപോലെ സൈജോട്ടന്റെ അബു, അതുപോലത്തെ കുറെ ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ. ഇപ്പൊ മന്നാർ മത്തായി, ഗോപാലകൃഷ്ണൻ, എന്തുകൊണ്ടൊരു സീക്വൽ സിനിമയും സീക്വൽ ക്യാരക്ടറും ഉണ്ടാവുന്ന വെച്ച് കഴിഞ്ഞാൽ ജനങ്ങൾ അത് ഫസ്റ്റ് സംഭവം ഇഷ്ടപ്പെട്ടതുകൊണ്ടായിരിക്കുമല്ലോ. സ്വാഭാവികമായിട്ടും സജോട്ടനാണെങ്കിലും ഒരു പ്രൊഡക്ഷനിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനും പൈസ മുടക്കാനും തോമസ് ഏട്ടനും അവര് തയ്യാറാവുന്നതിന്റെ കാരണം വെച്ചാൽ ഇത് ജനങ്ങൾക്ക് ഓൾറെഡി ഇഷ്ടപ്പെട്ടു, അത് ഇനി വർക്കാവും എന്നുള്ളൊരു ഇതാണ്. അപ്പൊ അത് ഒരു എക്സ്ട്രാ കോൺഫിഡൻസും ബൂസ്റ്റുമാണ് നമുക്ക് തരുന്നത്. പിന്നെ ഏത് ക്യാരക്ടറും നമ്മൾ ആ ഡ്രസ്സ് ഇട്ടുമ്പോഴേക്കേ ക്യാരക്ടറായി മാറുന്ന അങ്ങനെ പൊതുവെ നമുക്ക് അങ്ങനെ നമ്മൾ ആ ഒരു സാധനത്തിലേക്ക് വരുമ്പോഴേക്കും നമ്മളത് ഓട്ടോമാറ്റിക്കലി എങ്ങനെയോ ആയി മാറുന്നുണ്ട്. സുഭാഷുമായിട്ട് വലിയ വ്യത്യാസമൊന്നും ഇല്ല. സുഭാഷ് ഇപ്പോഴും നമ്മുടെ ഫാമിലിക്ക് പണി തരാൻ വേണ്ടി വരുന്നതാണ്. ശശിയേട്ടന്റെ ഒറ്റയാളുടെ നേതൃത്വത്തിലാണ് നടക്കുന്നത് എന്നുള്ളതാണ്. പക്ഷെ ഈ പറഞ്ഞ പോലെ കുടുംബത്തിന്റെ ഉപരിയായിട്ട് ഞാനും സലീമിക്ക് മാത്രമേ ഉള്ളൂ അല്ലേ സീക്വലില്. സലീം ഹസൻ അല്ലേ, സലീമിക്ക് ഞാനും മാത്രമേ ഉള്ളൂ കുടുംബത്തിന് പുറത്തുനിന്ന് ഈ സിനിമയിൽ സെക്കൻഡ് പാർട്ടിൽ വരുന്നതെന്ന് തോന്നുന്നു. അപ്പൊ അത് എന്തേലും കാണാതെ ശശിയേട്ടൻ എന്നെ വിളിക്കില്ലല്ലോ. അതുണ്ട്, ഒന്നും കാണാതെ ഞങ്ങൾ എന്തെങ്കിലും മനസാന്തരം വരുമോ എന്ന് വിചാരിക്കും. പക്ഷെ ക്യാരക്ടർ വലിയ മാറ്റമൊന്നും ആ കുരുട്ടുബുദ്ധി തന്നെ പണി കൊടുക്കാൻ റെഡി ആയിട്ട് നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ്. ഇവരത് കറക്റ്റായിട്ട് അത് ദാസനാണെങ്കിൽ ആ ക്യാരക്ടറിനെ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഒരു ആർക്ക് പോലെ ക്യാരക്ടറിനെ എനിക്കൊരു ഭയങ്കര സംഭവം. സൈജോട്ടൻ സ്വതവേ ഭരതനാട്യത്തിലാണെങ്കിലും എൻ്റെ അടുത്തുള്ള ക്യാരക്ടർ കുറച്ച് ഫ്രിക്ഷൻ ഉണ്ട് സൈജോട്ടനായിട്ട്. അപ്പൊ അങ്ങനെ ഒരു ആത്മാർത്ഥമായ ചിരിയൊന്നും സൈജോട്ടൻ പേഴ്സണലി അല്ല, പേഴ്സണലി സൈജോട്ടൻ്റെ അടുത്ത് ചിരിക്കും, പക്ഷെ ശശിയേട്ടൻ ആത്മാർത്ഥമായ ചിരിയൊന്നും ചിരിക്കാറ് ഇല്ല ക്യാരക്ടറൈസ്. പക്ഷെ ഭരതനാട്യത്തില് അങ്ങനെ ഒരു ചിരിക്കുന്നുണ്ട്. ഇപ്പൊ മോഹിനിയാട്ടത്തില് അങ്ങനെ ഒരു സീനില് ഒരു ഷോട്ടില് സൈജോട്ടൻ വളരെ ആത്മാർത്ഥമായി എന്നോട് ചിരിക്കും. അങ്ങനെ തോന്നിയല്ലേ? അപ്പൊ ഞാൻ വിചാരിച്ചാ ഷോട്ട് കട്ട് ചെയ്തു ഞാൻ ശശിയേട്ടനെ, പക്ഷെ അത് കഥയില്
അങ്ങനെ ഒരു ഘട്ടം വന്നിട്ടുണ്ട്. അപ്പൊ സുഭാഷിനെ സൈജുവേട്ടൻ സ്നേഹിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഓ, ശശിയേട്ടൻ ഇതിനൊരു മൂന്നാം ഭാഗം ഉണ്ടാവോ പ്രൊഡ്യൂസർ? ഈ സ്നേഹത്തിന്റെ പുറത്തൊരു മൂന്നാം ഭാഗം ഉണ്ടാവോ? അല്ല, സ്നേഹത്തിന്റെ പുറത്ത് മൂന്നാം ഭാഗം എടുക്കാൻ പറ്റില്ല. ഇത് വേറൊരു കഥയായിട്ട്. പടം വിജയിച്ചാൽ തേർഡ് പാർട്ടിലേക്ക് പോവാം. ഒരു സ്നേഹത്തിന്റെ പേരില് ഇപ്പൊ പൊതുവെ ആർട്ടിസ്റ്റ് പറയുന്നത് ഇപ്പം ഒരു സിനിമയിൽ നിന്ന് ഒരു ക്യാരക്ടർ കഴിഞ്ഞ് വേറൊരു ക്യാരക്ടർ ചെയ്യുമ്പോൾ എവിടെയും ആ ചെയ്ത പോലെ ഒരു ക്യാരക്ടർ ആവരുതെന്ന് നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്യാറുണ്ടെന്ന് പറഞ്ഞു. ഇതിപ്പോ നിങ്ങൾ ചെയ്ത ക്യാരക്ടേഴ്സ് വീണ്ടും ചെയ്യുമ്പോൾ ഒരുപാട് ക്യാരക്ടർ ചെയ്തിട്ടാണല്ലോ ഈ ഒരു കഥാപാത്രം ചെയ്യണേ. അപ്പൊ വീണ്ടും നമ്മൾ ചെയ്ത് വെച്ചത് വീണ്ടും ചെയ്യുന്നത് ശരിക്കും ബുദ്ധിമുട്ടാണോ അത് ഈസിയാണോ? എന്നെ സംബന്ധിച്ച് ഭയങ്കര ഈസിയാണ്. എനിക്കിപ്പോൾ അറക്കലബു മൂന്നാമത്തെ പ്രാവശ്യം ചെയ്യുമ്പോഴത്തേക്കും ഞാനായിട്ട് ഈസായിരുന്നു. അതേപോലെ ബാക്കിയുള്ള ആക്ടേഴ്സും അങ്ങനെ പറഞ്ഞത്. പിന്നെ അതിൻ്റെ 2 ടൈം ലൈൻ ഉണ്ട്. പഴയ ടൈം ലൈനിൽ വേറെ ക്യാരക്ടറാണ്, കോമൻ ഗ്രൂപ്പ് എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ എൻ്റെ. അപ്പോൾ അത് കുറച്ച് ഡിഫിക്കൽട്ടായിരുന്നു എനിക്ക്. അപ്പോൾ ശശിയിലേക്ക് വരുമ്പോഴത്തേക്കും ശശി ഓൾറെഡി ഞാൻ ചെയ്തതാണ്. പിന്നെ ആ സിനിമ ഞാൻ പല പ്രാവശ്യം കണ്ടതാണ്. അപ്പോൾ ഇതിങ്ങനെ രജിസ്റ്റർ ആവുമല്ലോ നമുക്ക്, ഇതൊക്കെയാണ് ഇയാളുടെ മാനറിസം എന്നുള്ളത്. അപ്പോൾ ഇറ്റ് വാസ് ഈസി. അതിലിപ്പം ഷാജിയേട്ടാന്ന് വിളിയേറ്റപ്പോൾ നമ്മൾ അതിൽ ഇന്നായി. വീണ്ടും ആ ട്രെയിലർ കാണുമ്പോൾ ഓക്കെ ആ ഫീലായിരുന്നു വന്നത്. ഇവിടെ പറയും നിങ്ങൾക്ക് മലയാള സിനിമയിലെ ട്വിൻസ് നമ്മൾ ആദ്യം വിചാരിച്ച ഒരാൾ തന്നെ ഡബിൾ റോൾ ചെയ്യുന്നു എന്നാണ് വിചാരിച്ചത്. പക്ഷെ ഒരു സിനിമ കണ്ടതിന് ശേഷം ഈ ഇരട്ടകളെ ട്വിൻസിന് ഇത്രയധികം മലയാളികൾ സ്നേഹിച്ചതും ഇരു കൈ നീട്ടി സ്വീകരിച്ചതും നിങ്ങൾക്കാണ് ആ ലക്ക് കിട്ടിയത്, ആ ഭാഗ്യം കിട്ടിയത്. അതെങ്ങനെ ഫീൽ ചെയ്യണേ? അതൊരു നല്ല ഫീൽ. ഇവര് പഠിച്ചു വന്നിരിക്കും കൂടുതൽ. എല്ലാരും മറ്റേ തിരിച്ചറിയാൻ തുടങ്ങി. ഈ പടം കഴിഞ്ഞ പിന്നെയാണ് എല്ലാരും നോട്ടീസ് ചെയ്യാൻ തുടങ്ങിയെന്ന് മനസ്സിലാവണം തന്നെ. പിന്നെ എങ്ങനെ അങ്ങനെ പോണ്. ഇവിടെ എന്താ ഫീൽ? ഇത് തന്നെ പറയൂ. നല്ല പ്രേക്ഷകരുടെ നല്ല ഹോണസ്റ്റ് റെസ്പോൺസ് കേട്ടതിൽ നല്ല സന്തോഷം. പിന്നെ ഈ രണ്ടാമത്തെ ഭാഗം ഉണ്ടായതിലും സന്തോഷം. അത് പ്രൊഡ്യൂസറോട് പറഞ്ഞിട്ടുണ്ടായിരുന്നോ ആ ഒരു സന്തോഷം? രണ്ടാമത് ഇറക്കിയപ്പോ കൂടുതൽ ആളിലേക്ക് ഞങ്ങൾ വീണ്ടും എത്താൻ വേണ്ടി പോവാണ്. സിനിമയുടെ ഭാഗം രണ്ടാമത് ഇപ്പൊ മോഹിനിയാട്ടം വരികയല്ലേ? സോ മോഹിനിയാട്ടം ഇറക്കിയോണ്ടല്ലേ നിങ്ങൾക്ക് വീണ്ടും ഈ സിനിമയുടെ ഭാഗമാവാൻ പറ്റിയത്. അതിനോട് താങ്ക് യു പറഞ്ഞായിരുന്നോ? നന്ദിയുണ്ടോ? കയ്യബദ്ധതൊക്കെ ദാസേട്ടനൊക്കെയാണ് ഈ വലിയൊരു ഭാഗ്യം ഉണ്ടാക്കിയത് ഈ സിനിമയിൽ വരാൻ പറ്റിയത്. അതെ, അത് സത്യാവസ്ഥ. അല്ല, അഭിരാം പറയുമായിരുന്നു ട്വിൻസ് ആയിട്ട് അഭിനയിക്കുന്ന ആക്ടേഴ്സിന്റെ ത്രൂ ഔട്ട് അഭിനയിക്കുന്ന ആക്ടേഴ്സിന്റെ ചിലപ്പം ഈ ഒരു പടമേ കാണുള്ളൂ, ഭരതനാട്യം അല്ലെങ്കിൽ മോഹിനിയാട്ടം. അപ്പൊ ഇവരിനിപ്പോ ചിലപ്പം ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിലൊക്കെ ചിലപ്പോൾ കയറാൻ സാധ്യതയുണ്ട്. ശരിക്കും മോഹിനിയാട്ടം ഭരതനാട്യം കഴിഞ്ഞപ്പോ ഇവരുടെ ഇന്റർവ്യൂസ് ആണ് മാക്സിമം ആൾക്കാർ വന്നിട്ട് കവർ. ഭയങ്കര ഫാൻസ് ആണ് അവർക്ക്. എല്ലാരും ഈ പറഞ്ഞ പോലെ ഒരാളാണെന്ന് വിചാരിച്ചത്. പിന്നെ നമ്മൾ ഭരതനാട്യത്തിന് മുന്നേ ഇവരുടെ ക്യാരക്ടേഴ്സ് കുറച്ച് സീക്രട്ട് ആയിട്ട് വെച്ചിരിക്കുകയായിരുന്നു. അപ്പം ഇവരെ അപ്പോഴും വിചാരിച്ച ഒരാളിങ്ങനെ ഡബിൾ റോൾ ചെയ്യുന്നു എന്നാ. പിന്നെയാണ് ഇവർ ഇന്റർവ്യൂസ് കൊടുത്ത സമയത്ത് ആൾക്കാർ കുറച്ചും കൂടെ മനസ്സിലാക്കിയത് 2 പേരാണ്, ഒന്നല്ല. ഇവരുടെതല്ലാത്ത കഴിവ് കാരണം ഫേമസ് ആയത്. ശരിക്കും ചോദിക്കട്ടെ, ഈ നമ്മുടെ ലൈഫിൽ പല സിറ്റുവേഷനിൽ നമ്മൾ കേട്ടിട്ടാണ് പറ്റിപ്പോയി, ഒരു കയ്യബദ്ധമാണ്, ക്ഷമിക്കണം എന്നൊക്കെ. ഇപ്പോൾ ഒരു ഫൺ രീതിയിൽ ആളുകൾ അത് എടുക്കും. പക്ഷെ നിങ്ങളുടെ ലൈഫിൽ ഇപ്പം ഭരതനാട്യത്തിലും അത്ര ഒരു സിറ്റുവേഷൻ വരുന്നു, നിങ്ങൾ ആദ്യം സപ്പോർട്ട് ചെയ്തില്ല, വീണ്ടും നിങ്ങളെല്ലാവരും ഫാമിലി സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്നു. നിങ്ങളുടെ ലൈഫിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഒരു സെക്കൻഡ് ചാൻസ് കൊടുക്കുമോ? അല്ലെങ്കിൽ പറ്റിപ്പോയി എന്നൊക്കെ പറയുമ്പോൾ ആസ് എ പേഴ്സൺ നിങ്ങളൊരു ലൈഫിൽ സെക്കൻഡ് ചാൻസ് കൊടുക്കുന്ന ആളുകളാണോ? അത് ഭരതനാട്യത്തിൽ നടന്ന സിറ്റുവേഷൻ്റെ കാര്യമാണോ പറയുന്നത്? അതിപ്പോ അതിൽ നിങ്ങൾ സെക്കൻഡ് ചാൻസ് കൊടുക്കുന്നുണ്ടല്ലോ. ആൻഡ് റിയൽ ലൈഫിൽ അങ്ങനെ പറ്റിപ്പോയ സിറ്റുവേഷൻസിൽ പറ്റിപ്പോയ സിറ്റുവേഷൻസ് ഒരുപാടുണ്ട്. അത് അറിയാണ്ടൊക്കെ പറ്റിപ്പോയെന്ന് നമ്മൾ വിചാരിക്കാറുണ്ട്. അതിന് നമ്മൾ സെക്കൻഡ് ചാൻസും തേർഡ് ചാൻസും കൊടുത്തോണ്ടിരിക്കുവാണ്. കൊടുത്തല്ലേ പറ്റുള്ളൂ, ജീവിക്കണ്ടേ അല്ലേ? ശരിക്കും അതിന്റെ ഫോർമുല എന്താ ശരിക്കും? അല്ല, ഇത് നമ്മുടെ ഏറ്റവും വലിയ ഗുണം എന്ന് വെച്ചാൽ ദൈവം നമുക്ക് മറവി എന്ന് പറഞ്ഞൊരു സാധനം തന്നിട്ടുണ്ട്. ഇതിനെപ്പറ്റി പറ്റിപ്പോയ സാധനങ്ങൾ എപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ ആലോചിക്കുകയുള്ളൂ അല്ലേ? ഇതിപ്പോൾ നമ്മൾ നിരന്തരം ഇതിനെപ്പറ്റി ആലോചിച്ചോണ്ടിരിക്കുമല്ലോ. നമുക്ക് അപ്പോഴത്തേക്ക് നമ്മൾ വേറെ കാര്യത്തിൽ നമ്മുടെ മൈൻഡ് എൻഗേജ്ഡ് ആവും. അപ്പോൾ നമ്മൾ പിന്നെ അതിന്റെ പുറകെ ആയിരിക്കും. പിന്നെ എപ്പോഴെങ്കിലും ചിന്തിക്കുമ്പോഴായിരിക്കും നമ്മൾ ആ പറ്റിപ്പോയി, അപ്പോൾ അതൊരു തെറ്റായിരുന്നു എന്നാൽ പിന്നെ നമ്മൾ സെക്കൻഡ് ചാൻസ് തേർഡ് ചാൻസ് എത്രയോ ചാൻസ് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഒരേ കാര്യത്തിന് തന്നെ. സോ അത് അങ്ങനെ ലൈഫ് നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകണമല്ലോ. ഈ പറ്റിപ്പോയി നമുക്ക് പറ്റിപ്പോകുമ്പോൾ നമ്മൾ പറ്റിപ്പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷമിക്കാൻ ഒരാൾ ഉണ്ടാവുക എന്നുള്ളതാണല്ലോ. അത് മിക്കവാറും ഉണ്ടാവാറില്ല. എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറ്റിപ്പോയി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് മാപ്പ് കിട്ടിക്കൊള്ളുന്നില്ല.
പക്ഷെ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ തീരുമാനിക്കുന്നത്. ആരെങ്കിലും നമ്മുടെ അടുത്ത് പറ്റിപ്പോയെന്ന് പറഞ്ഞാൽ നമ്മൾ ക്ഷമിക്കും. കാരണം എന്ന് വെച്ചാൽ അതൊരു അങ്ങനെ പറ്റിപ്പോവാം. ഈ പറഞ്ഞതുപോലെ ആർക്കും എന്തും പറ്റിപ്പോവാം. പക്ഷെ ഇന്നത്തെ ഒരു സാമൂഹിക നിയമവ്യവസ്ഥ അനുസരിച്ചിട്ട് കോടതിയുടെ മുന്നിൽ പറ്റിപ്പോയി എന്ന് വാലിഡ് അല്ല, അത് വലിയ പറ്റിപ്പോല്. ഇപ്പൊ ഞാൻ എൻ്റെ അച്ഛന് ഞാനൊരു എഞ്ചിനീയർ ആവണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പൊ നമ്മുടെ കാലഘട്ടത്തിൽ ഒന്നില്ലേ ഡോക്ടർ അല്ലെങ്കിൽ എഞ്ചിനീയർ. അപ്പൊ എൻ്റെ ചേച്ചി ഡോക്ടറായി. അപ്പൊ പിന്നെ മകൻ എഞ്ചിനീയർ ആവട്ടെ എന്നൊക്കെ ഒരു ആഗ്രഹം. അപ്പൊ എനിക്കും ഒരു ആഗ്രഹമാണ്. വെച്ചാൽ കുറച്ച് സംഭവമാണല്ലോ എഞ്ചിനീയറിംഗ് പഠിക്കുക എന്നൊക്കെ പറയണത്. ആ ഒരു ഓളത്തിൽ കുറേ നാൾ നടക്കാന്നൊക്കെ ഉള്ളൊരു സാധനം. അപ്പൊ എഞ്ചിനീയറിംഗ് ഇത്രയും ഹാർഡാണെന്നുള്ളത് എനിക്കറിയില്ല. അവിടെ ഞാൻ ജോയിൻ ചെയ്തപ്പോൾ അറിഞ്ഞത്. അപ്പോൾ ഞാനിപ്പോൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ മൈനിങ് എഞ്ചിനീയറിംഗ് സെലക്ട് ചെയ്തു. അത് ഈസി ആയിരിക്കും, മറ്റേ ഇലക്ട്രിക്കലും മെക്കാനിക്കലിനേക്കാളും കുറച്ചുകൂടെ ഈസി ആയിരിക്കും എന്നൊക്കെ വിചാരിച്ച്. പക്ഷേ പിന്നെ ഇത് ഫസ്റ്റ് ഇയറിൽ പിന്നെ കോമൺ ആണല്ലോ, എല്ലാവർക്കും കോമൺ ആണ് സബ്ജക്ട്സ്. സെക്കൻഡ് ഇയർ തൊട്ടാണ് നമ്മുടെ ഈ പ്രൊഫഷണലി നമ്മൾ എന്ത് സ്ട്രീമാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് അതിൻ്റെ പഠിത്തം തുടങ്ങുന്നത്. അപ്പോഴാണ് മനസ്സിലായത് മൈനിങ്ങും ഈസിയൊന്നും അല്ല. അപ്പോൾ പിന്നെ അങ്ങനെ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള എന്തായാലും പഠിക്കണം. അപ്പോൾ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ളൊരു സ്ട്രീം നമുക്ക് സെലക്ട് ചെയ്യായിരുന്നു. അപ്പം ഈ പറ്റിപ്പോയ അവസ്ഥയായിരുന്നു. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല, എനിക്ക് ഇനിയിപ്പോൾ സ്ട്രീം മാറ്റാൻ പറ്റില്ലല്ലോ. അല്ലെങ്കിൽ ഫസ്റ്റ് ഇയർ വീണ്ടും ഞാൻ ജോയിൻ ചെയ്യേണ്ടി വരും, ഒരു വർഷം വെറുതെ പോകും. അപ്പോൾ അങ്ങനെ പറ്റിപ്പോയ സിറ്റുവേഷൻ അങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. പിന്നെ നമ്മളത് പാസ്സാകുക എന്നുള്ളതാണ്, പഠിച്ച് പാസ്സാകുക എന്നുള്ളതാണ്. അതിനെപ്പറ്റി പിന്നെ പറ്റിപ്പോയെന്ന് പറഞ്ഞിട്ട് നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നില്ല. ശരിയാ. നിങ്ങൾ എങ്ങനെയാ ശരിക്കും പറ്റിപ്പോയ സിറ്റുവേഷനിൽ സെക്കൻഡ് ചാൻസ് കൊടുക്കുന്ന ആളുകളാണോ? നമുക്ക് സെക്കൻഡ് ചാൻസ് കൊടുക്കാൻ പറ്റുന്ന പറ്റിപ്പോകലുകളാണെങ്കിൽ കൊടുക്കാം. ചിലതിനൊന്നും നമുക്ക് ചിലപ്പം ഈ പറഞ്ഞ പോലെ കൊടുക്കാൻ പറ്റില്ല. കുറേ നാൾ കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് ആ റിഗ്രറ്റ് തോന്നുന്നത്. ഏജ് മാറുന്ന അനുസരിച്ച് നമുക്ക് ഉണ്ടാവുന്ന മെച്യൂരിറ്റിയിലും അങ്ങനെയൊക്കെ തോന്നാറില്ല. ഇപ്പൊ ഒരു 10 years ബാക്ക് നടന്നൊരു കാര്യം ഇപ്പോഴായിരിക്കും നമ്മൾ അയ്യോ അത് അന്ന് അങ്ങനെ ചെയ്യണ്ടായിരുന്നു എന്ന് തോന്നുന്നത്. ചിലപ്പോൾ നമുക്കത് തിരുത്താൻ പറ്റില്ല, അത്രയും ഒരു ടൈം സ്പാൻ കഴിഞ്ഞതുകൊണ്ട്. തിരുത്താൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ ഒബ്വിയസ്ലി സെക്കൻഡോ തേർഡോ ഒക്കെ കൊടുക്കാൻ ചേട്ടാ പറഞ്ഞാൽ. ആൻഡ് സിബ്ലിങ്സിന്റെ കാര്യത്തിൽ വരുമ്പോൾ കുറച്ചും കൂടി ഡിഫറെന്റ് ആയിരിക്കും. എങ്ങനെയാ നിങ്ങൾ പരസ്പരം പറ്റിപ്പോൽ കഥകളുണ്ടോ? നിങ്ങൾ ക്ഷമിക്കുന്ന ആൾക്കാരാണോ? ഞങ്ങൾ ക്ഷമിക്കാറുണ്ട്, പറ്റിക്കപ്പെടാറുണ്ട്. ഏറ്റവും കൂടുതൽ ആരെയാ പറ്റിക്കുക? ഏറ്റവും കൂടുതൽ ആരെയാ പറ്റിക്കുക? അങ്ങനെയൊന്നുമില്ല, പല വിധത്തിലാണല്ലോ പറ്റിക്കപ്പെടുന്നത്. അങ്ങനെ പിന്നെ പറ്റിപ്പോയി എന്ന് പറഞ്ഞ ഇവര് രസമാണ് സംസാരം. ഞാൻ ആ സിനിമയ്ക്ക് ശേഷം ഇവരുടെ ഇന്റർവ്യൂ എടുത്തിട്ടുണ്ടായിരുന്നു. ഇവര് രണ്ട് സൈഡായിട്ട് ഒരുമിച്ചിരുന്ന് കഴിഞ്ഞാൽ ആരാ സംസാരിക്കണേ കൺഫ്യൂസ് ആവും പോലെയാ. ഈ സെറ്റിൽ എങ്ങനെ നിങ്ങൾക്ക് മാറിപ്പോവാറുണ്ട് ഇവരെ? ഇപ്പൊ ഇല്ല. ആദ്യത്തെ ഭരതനാട്യം ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്ത് ഒരാഴ്ച വരെ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് മനസ്സിലായി നമ്മൾ എല്ലാ ദിവസം കണ്ടോണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ ഇവരിൽ ചേഞ്ചസ് ഉണ്ട്, കുറച്ച് ചെറിയ ചേഞ്ചസ് ഉണ്ട്. ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഒരു പ്രാവശ്യം പരുന്തിൻ്റെ ഷൂട്ട് കഴിഞ്ഞിട്ടാണെന്ന് എൻ്റെ ഓർമ്മ. കോഴിക്കോട് നിന്ന് ഞാൻ അതിരാവിലെ ഞാൻ വണ്ടിയെടുത്ത് വരുവാണ്. അപ്പോൾ എന്നോട് എപ്പോഴും വീട്ടുകാർ പറയും നല്ലപോലെ പുലർന്നിട്ട് വന്നാൽ മതി, രാത്രി ഡ്രൈവ് ചെയ്യൽ. അപ്പോൾ അന്ന് ഞാൻ സ്വന്തമായിട്ട് ഡ്രൈവ് ചെയ്താണ് ഞാൻ പോകാറുള്ളത്. അപ്പോൾ എനിക്ക് അത്യാവശ്യം ഉറക്കക്ഷീണമുണ്ട്. പക്ഷേ എനിക്ക് എങ്ങനെയെങ്കിലും വീട്ടിൽ എത്രയും പെട്ടെന്ന് എത്തണമെന്നുള്ളൊരു ചിന്ത കൊണ്ട് ഞാൻ നേരത്തെ ഇറങ്ങിയതാണ്. ഒരു 3:30 മണിക്കൊക്കെ പുറപ്പെട്ടു ഞാൻ. അങ്ങനെ വഴിയിൽ വെച്ച് പിന്നെ വെളുത്തു കഴിഞ്ഞപ്പം വഴി വെച്ച് ഒരാളെ പതുക്കെ ഞാൻ വലിയ സ്പീഡിൽ ഓടിക്കുന്ന ആളല്ല, പക്ഷേ എൻ്റെ മുമ്പിലൊരു ഓട്ടോ എന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ സ്പീഡ് കുറവായിരുന്നു, 30-ൻ്റെ സ്പീഡ് ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ പതുക്കെ ഓവർടേക്ക് ചെയ്ത് ഇങ്ങനെ പോകാൻ വേണ്ടി ശ്രമിച്ചപ്പോഴത്തേക്കും ഒരാൾ ക്രോസ് ചെയ്യുന്നുണ്ടായിരുന്നു, പോയി ഇടിച്ചു. എന്നിട്ട് പിന്നെ പുള്ളി അപ്പോൾ തന്നെ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എൻ്റെ വണ്ടിയിൽ തന്നെ. എന്നിട്ട് പിന്നെ അത് കേസായിരുന്നു. പിന്നെ ഞാൻ ഫൈനൊക്കെ അടച്ചു. ഒരു ഹെയർ ലൈൻ ഫ്രാക്ചർ കയ്യിൽ പുള്ളിക്കുണ്ടായിരുന്നു. അപ്പോൾ അത് ഹോസ്പിറ്റലൈസ് ചെയ്ത് പ്ലാസ്റ്ററൊക്കെ ഇട്ടു. അപ്പം പറ്റിപ്പോയി. വീട്ടുകാർ പറഞ്ഞത് കേൾക്കാണ്ട് ഞാൻ അതിരാവിലെ ഒരു 5 മണിക്കൊക്കെ ഇറങ്ങി നോക്കിയത്, 3:30 ഞാൻ ഇറങ്ങി. അപ്പോൾ ഉറക്കവും ശരിയായിട്ടില്ല. അപ്പോൾ അങ്ങനെ പിന്നെ അതുകൊണ്ടൊരു പാഠം പഠിച്ചു. ഇനി പറ്റിപ്പോയെന്നുള്ളൊരവസ്ഥ എത്താൻ പാടില്ല. അപ്പോൾ ഇപ്പം ഞാനല്ല വണ്ടി ഓടിക്കുന്നതെങ്കിലും ഞാൻ നൈറ്റ് ഡ്രൈവ് ഞാൻ കഴിവതും ഒഴിവാക്കും. എന്ന് വെച്ചാൽ ഈ ഓടിക്കുന്ന ആളൊരു മനുഷ്യനാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു 7 മണിയൊക്കെയാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്, ബൈ റോഡാണ് വരുന്നതെങ്കിൽ. അതൊരു തോട്ട്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. ആൻഡ് എനിക്ക് അങ്ങനെ ചോദിച്ചാൽ
കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുള്ളൂ. ഇങ്ങനെ വലിയ തോട്ട്ഫുൾ ആയിട്ടുള്ളതൊന്നുമില്ല. എന്നാലും ഇപ്പോൾ ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് PG കഴിഞ്ഞ് ജോലിക്കൊക്കെ കയറിയൊരു സമയമുണ്ട്. അപ്പം ആ സമയത്ത് ഇങ്ങനെ എന്തെങ്കിലും ക്യാരക്ടേഴ്സൊക്കെ വരുമ്പോൾ നമ്മൾ പോയി ചെയ്യുന്നു, വീണ്ടും ജോലിയിൽ തിരിച്ചു വരുന്നു, അങ്ങനെ കുറേ പടങ്ങളൊക്കെ ചെയ്യുന്നു. ചിലപ്പോൾ അത് വിടേണ്ടി വന്നിട്ടുണ്ട്. ചെറിയ ക്യാരക്ടർ ആയിരിക്കും, പക്ഷേ പിന്നെ ഓഫീസിൽ പോയിരുന്ന് ജോലി ചെയ്യുമ്പോൾ നമുക്കൊരു റിഗ്രറ്റ് ഉണ്ടാവാറുണ്ട്. അയ്യോ അത് ഇപ്പം ജോലിയും ചെയ്യണം, ഭയങ്കര ഹാപ്പി ആയിട്ടൊന്നും അല്ല ജോലി ചെയ്യുന്നത്, പക്ഷെ നമ്മുടെ എക്സിസ്റ്റൻസിന് വേണ്ടിയും ഏൺ ചെയ്യാനൊക്കെയുള്ള ആ ഇൻഡിപെൻഡന്റ് ആ പരിപാടിയിൽ ചെയ്തതാണ്. പക്ഷെ ഒരു പോയിന്റ് കഴിഞ്ഞപ്പം കുറച്ച് 2-3 ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ വന്ന സമയത്ത് ഞാൻ പതുക്കെ ജോബ് വിട്ടിട്ട് കുറച്ച് ഇതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാന്ന് പറഞ്ഞൊരു മൊമെന്റ് ഉണ്ട്. അപ്പോൾ അന്ന് ഞാൻ ഹാപ്പി ആയിരുന്നു ആക്ച്വലി. കാരണം ഞാൻ ഇഷ്ടമുള്ള കാര്യം ചെയ്യാൻ വേണ്ടിയാണല്ലോ ഡ്രോപ്പ് ചെയ്യുന്നത്. പക്ഷെ ഇടയ്ക്ക് ഇങ്ങനെ പണിയൊന്നും ഇല്ലാണ്ടിരിക്കുമ്പോൾ ഒന്നത് കളയുണ്ടായിരുന്നു, പറ്റിപ്പോയല്ലോ എന്ന് ഇടയ്ക്കെങ്കിലും അങ്ങനെ ചിന്തിക്കാറുണ്ട്. പക്ഷെ ഞാൻ ഇപ്പം നിൽക്കുന്ന സ്ഥലത്ത് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അപ്പം അതിലാണല്ലോ കാര്യം. കാരണം നമ്മൾ ചെയ്യുന്ന കാര്യത്തിന് നമുക്ക് സന്തോഷം കിട്ടുന്നുണ്ടോ എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ. അപ്പോൾ ഓഫീസിൽ ചെന്നിരുന്ന് ജോലി ചെയ്യുമ്പോൾ എനിക്ക് ചിലപ്പം സന്തോഷം കിട്ടണമെന്നില്ല. അപ്പം അന്ന് ഇടയ്ക്ക് എനിക്ക് തോന്നും അതങ്ങനെ കളയുണ്ടായിരുന്നു എന്ന് തോന്നും. എങ്കിലും ഞാൻ ഹാപ്പിയാണ് ഇപ്പോൾ. ഹാപ്പിയാണ്. നിങ്ങൾ രണ്ടുപേരും കോപ്പി പേസ്റ്റ് പോലെ ഇനിയിപ്പോ അങ്ങനെ കറക്റ്റ് അത് പറയാൻ പോകുന്ന കാര്യങ്ങൾ അറിയാല്ലേ. അതിങ്ങനെ ഓരോ പാഠങ്ങൾ കിട്ടുമ്പോഴാണല്ലോ പറ്റിയത് മനസ്സിലാവണത്. അപ്പൊ ഇനി ആവർത്തിക്കാണ്ടിരിക്കാൻ നോക്കും. അങ്ങനെ എന്തൊക്കെ പാഠങ്ങൾ ഞങ്ങൾ ഇവിടെ പറയില്ല. ശരിക്കും മോഹിനി പറയാറുണ്ടോ ചോദിച്ചതാ? ഉണ്ടോ? എനിക്ക് അത്ര അതൊക്കെ തന്നെ. ഈ മോഹിനിയാട്ടത്തിൽ വരുന്ന സമയത്തെ പുതിയ ന്യൂ ക്യാരക്ടേഴ്സ് ഉണ്ടോ? നമ്മളിപ്പം ഭരതനാട്യം കാണാത്ത പുതിയ ക്യാരക്ടേഴ്സ് ഇതിലുണ്ടോ? നമ്മളിപ്പോൾ വേറൊരു സ്ഥലത്താണ് ഇത് പ്ലേസ് ചെയ്തിരിക്കുന്നത്. സ്റ്റോറി തലശ്ശേരി കൂത്തുപറമ്പ്, അവിടെ ശ്രീകണ്ഠപുരം എന്ന് പറഞ്ഞൊരു സ്ഥലം, അതാണ് നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവിടെ പുതിയൊരു സ്ഥലമാണ്. അപ്പോൾ പുതിയ ക്യാരക്ടേഴ്സ് ഉണ്ട്. അതൊക്കെയാണ് നമ്മുടെ സുരാജ് വഞ്ഞാറമ്മൂട്, ജഗദീഷ് ചേട്ടൻ, വിനയ് ഫോർട്ട്, ബേബി ജീനൊക്കെ ചെയ്യുന്നത്. അങ്ങനെ പിന്നെ സന്തോഷ് ഗുരുവായൂർ അദ്ദേഹമുണ്ട്, നിസ്താർ സേട്ട് അദ്ദേഹം അഭിനയിക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് അധികം പുതിയ ക്യാരക്ടേഴ്സ് ഉണ്ട്. പിന്നെ ബാലേന്ദ്രൻ ചുള്ളിക്കാട് സാറ് അദ്ദേഹമുണ്ട്. ഇപ്പം അവർക്കും ഭയങ്കര സന്തോഷമായിരിക്കും ഭരതനാട്യത്തിന്റെ ഒരു പാർട്ട് ആവണം എന്ന് അവരും ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടാവും ഇപ്പൊ സെക്കൻഡ് പാർട്ട് വരുന്ന സമയത്തെ. കാരണം ജഗദീഷ് ചേട്ടൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജഗദീഷ് ചേട്ടന് സിനിമ ഭരതനാട്യം ഇഷ്ടപ്പെട്ടു. അപ്പൊ ഇങ്ങനെ ഭയങ്കര ജഗദീഷ് ചേട്ടൻ അങ്ങനെ പറഞ്ഞായിരുന്നു. ഈ റെസ്പോൺസ് രണ്ട് രീതിയിൽ പോയില്ലേ? ആസ് എ പ്രൊഡ്യൂസർ എന്ന രീതിയിൽ OTT വന്നപ്പോഴും തിയേറ്ററിൽ വന്നപ്പോഴും. സോ ആ ഒരു ചേഞ്ച് എങ്ങനെയായിരുന്നു? ഇപ്പൊ തിയേറ്ററിന് റെസ്പോൺസ് കേട്ട് OTT വന്ന സമയത്തുള്ള ഒരു ഹ്യൂജ് റെസ്പോൺസ് ഭയങ്കര ഡിഫറെന്റ് ആണല്ലോ. അപ്പൊ ആസ് പ്രൊഡ്യൂസർ അതെങ്ങനെയാ ശരിക്കും എക്സ്പീരിയൻസ് ചെയ്തത്? അതൊരു ഏതൊരു വേൾഡിലേക്ക് എത്തി നമ്മള് ആ ഒരു റെസ്പോൺസ് വന്നപ്പോഴേ. ബിക്കോസ് വി ആർ ഗെറ്റിംഗ് ലോട്ട് ഓഫ് മെസ്സേജസ്, ലോട്ട് ഓഫ് കോൾസ്. പിന്നെ എനിക്ക് ഒരു മിനിമം 5-6 വീഡിയോസ് ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ആൾക്കാർ, എന്നെ പരിചയമുള്ള ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ആൾക്കാർ അവരുടെ മുമ്പിൽ മൊബൈലിൽ ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന അത് വീഡിയോ എടുത്ത് എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞ ഇറങ്ങിയ 1 മാസത്തിനുള്ളിൽ എന്ന് വെച്ചാൽ കുറവ് സമയം കൊണ്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ കണ്ട സിനിമയായിരുന്നു ഭരതനാട്യം. അതുകൊണ്ടാണ് അതൊരു ബ്ലോക്ക് ബസ്റ്റർ എന്നൊക്കെ പറഞ്ഞുള്ള ഒരു ഇത് വന്നത്. സോ അത് ഭയങ്കര കിക്കാണത്. തിയേറ്ററിൽ നമ്മൾ അത്രയും നിരാശപ്പെട്ടായിരുന്നു. അതിൻ്റെ ഒരു 20 ദിവസം കഴിഞ്ഞിട്ട് നേരെ OTT വരുമ്പോഴത്തേക്കും ഇങ്ങനത്തെ ഒരു റിസൾട്ട് നമ്മൾ പോലും പ്രതീക്ഷിച്ചില്ല. നമുക്കറിയായിരുന്നു ഇത് OTT വരുമ്പോഴത്തേക്ക് ആൾക്കാർ ഇത് കാണും, പക്ഷേ ഇത്ര ഹ്യൂജ് നമ്പേഴ്സ് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അതൊരു ഭയങ്കര സംഭവമായിരുന്നു. എനിക്ക് തോന്നുന്നു ആ ഒരു റിസൾട്ട് തിയേറ്ററിൽ ഇത്തവണ മോഹിനിയാട്ടത്തിൽ ഉണ്ടാവും. കാരണം ഞങ്ങൾ മോഹിനിയാട്ടം വരുന്നു അല്ലെങ്കിൽ സെക്കൻഡ് പാർട്ട് ആഗ്രഹിച്ച സമയത്ത് മോഹിനിയാട്ടം വരുന്നു എന്ന് അറിഞ്ഞപ്പോൾ തന്നെ തിയേറ്ററിൽ എന്തായാലും ഒരു ഞാൻ ഈ ഭരതനാട്യം കണ്ട ആൾക്കാരിൽ നല്ല ശതമാനം ജനം കണ്ടിട്ടുണ്ടല്ലോ. ഒരാൾ പോലും ഈ സിനിമ നല്ലതല്ല അല്ലെങ്കിൽ സിനിമയെ കുറിച്ച് എന്തെങ്കിലും നെഗറ്റീവായിട്ട് എൻ്റെ അനുഭവത്തിൽ പറഞ്ഞിട്ടില്ല. പക്ഷെ എന്നാലും എന്തോ സാഹചര്യത്തിന്റെ ഭാഗമായിട്ട് അന്ന് അത് തിയേറ്ററിൽ ഇതായിരുന്നു. പക്ഷെ പിൽക്കാലത്ത് OTT വന്നപ്പോൾ സാർവജനീയമായിട്ട് അത് കണ്ട്. പക്ഷെ ഞാൻ അല്ലെങ്കിൽ എന്താണ് സിനിമകൾക്ക് അത് എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. നല്ല സിനിമയാണെങ്കിൽ പോലും ആൾക്കാർ കാണുന്നില്ല എന്ന് പറയുന്നത് കുറച്ച് ദുഃഖകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. അത് ആ സമയത്ത് നമ്മൾ തിയേറ്റർ വിസിറ്റ്സിന് പോവായിരുന്നു കൂടുതലും. ഞാനും ഇവർ രണ്ടുപേരും കൂടെ കുറേ, സൈജേട്ടനും ഉണ്ടായിരുന്നു, പക്ഷെ കുറേയൊക്കെ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ഈ കണ്ട ആൾക്കാരെല്ലാം ആക്ച്വലി നമ്മൾ ടുവേർഡ്സ് എൻ്റെ ആകുമ്പോൾ കയറിയിരുന്ന് അവരുടെ കൂടെ കാണുമല്ലോ.
അവർ ആ ചിരിയും പരിപാടിയും പിന്നെ ലൈവായിട്ട് നമുക്ക് കിട്ടിയ റെസ്പോൺസ് ഉണ്ട്. ഇവൻ എനിക്ക് ഓർമ്മയുണ്ട് ഒരു ചേട്ടൻ നമ്മളുള്ളപ്പോഴാണെന്ന് തോന്നുന്നു പുള്ളിക്കാരൻ ഇതേപോലെ റിലേറ്റബിളാ. പുള്ളിക്കാരൻ്റെ അച്ഛൻ ഇതുപോലെ ഒരു സെക്കൻഡ് വൈഫ് ഉണ്ടായിരുന്നു, പിന്നീട് അച്ഛൻ മരിച്ചുപോയി. അപ്പം ഇവരുടെ റീയൂണിയനും അങ്ങനെ കണ്ണൊക്കെ നിറയുന്നുണ്ട്. പക്ഷെ പുള്ളി ചിരിച്ചോണ്ടാണ് ഞങ്ങളുടെ അടുത്ത് പറയുന്നത്. അപ്പം കണ്ടവരൊക്കെ ഇതുപോലെ ചേട്ടൻ പറഞ്ഞ പോലെ ഭയങ്കര നല്ല റെസ്പോൺസ് കിട്ടി. പക്ഷെ എന്താ പറ്റിയെന്ന് അറിയില്ല, ചിലപ്പോൾ ആ ഒരു ടൈം കഴിഞ്ഞിട്ടായിരിക്കും ഇവർ ചിലപ്പോൾ പടത്തെ പറ്റി അറിഞ്ഞത്. നമുക്കറിയില്ല എന്താ പറ്റിയെന്ന് ഒരു ഐഡിയ ഇല്ല ആക്ച്വലി. പക്ഷെ ഇത്തവണ ഈ പറഞ്ഞ പോലെ ഒരു വലിയ സ്കെയിലാണ് വരുന്നത്. അതിന്റെ ഒരു സന്തോഷമുണ്ട്. എല്ലാരും തിയേറ്ററിൽ കാണണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. തീർച്ചയായിട്ടും ഇന്ന് നിങ്ങൾ ആ അന്നത്തെ ആ വിഷമൊക്കെ ഇത്തവണ തിയേറ്ററിൽ വരുമ്പോൾ അത് മാറും. വിഷമം ഉണ്ടായിരുന്നില്ല. എന്റെ സെൻസ് വിഷമത്തിന്റെ അത് സൈജോട്ടിന് അതിന്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് അറിയാം, അതിന്റെ ഒരു ഫിഗർ അറിയാവുന്നതുകൊണ്ട് മേ ബി സൈജോട്ടിന് കുറെ ഡീറ്റെയിൽ ആയിട്ട് വിഷമിക്കാൻ പറ്റും. പക്ഷെ നമുക്ക് എന്താ വെച്ചാല് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു എനിക്ക് പേഴ്സണലി. അത് നിങ്ങൾ പ്രൊമോഷൻ വന്ന് ഇരുന്ന് സംസാരിക്കുമ്പോൾ ആ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു എല്ലാവർക്കും. നമുക്ക് സാറ്റിസ്ഫൈഡ് ആയിരുന്നു, ഞാൻ സാറ്റിസ്ഫൈഡ് ആയിരുന്നു, നമ്മുടെ ഒരു ടീം എന്നുള്ള രീതിയിൽ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നു ഔട്ട്കമ്മില്. ആൻഡ് ഈ ഒരു വർഷം നിങ്ങൾക്കൊരു വലിയ വിജയമാവട്ടെ ഞാൻ ആഗ്രഹിക്കാം. ഒരുപാട് സിനിമകളുടെ 2nd ഉം 3 ഒക്കെ പാട്ട് വരുന്ന ഒരു വർഷം കൂടിയാണ്. സോ അതിന്റെ ഒരു ഭാഗ്യം കൂടി ഉണ്ട് 2 സിനിമയുടെ പാട്ട് വരുന്ന സമയത്ത്. അപ്പം എന്തായാലും വലിയൊരു വിജയമാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോയിൽ ഞാനും ഉണ്ടാവും. അപ്പൊ എല്ലാവിധ ആശംസകളും. താങ്ക് യു. താങ്ക് യു.